നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്നത് ഇരട്ടി മധുരമാണ്. കാരണം ഞാൻ ലാലേട്ടൻ്റെ കൂടെയുള്ള 6ാമത്തെ സിനിമയാണ് എൻ്റെ. ഈ 6 സിനിമകളിൽ 5 സിനിമകളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്യാരക്ടറായിരുന്നു ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിരുന്നത്. അപ്പം അതിൻ്റെ അവസാനം സംഭവിച്ചതായിരുന്നു മലയാള സിനിമയെ മുഴുവനായും ഔട്ട്ഡോറിലേക്ക് പറിച്ചു നട്ട ഓളവും തീരും എന്ന സിനിമ റീമേക്ക് ചെയ്യുന്നു. MT സാറിൻ്റെ 10 കഥകളുടെ ഭാഗമായി പ്രിയൻ സാർ ചെയ്യുന്നു. അപ്പോൾ പ്രിയൻ സാർ ഒരു ദിവസം രാത്രി വിളിക്കുന്നു. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ലാൽ സാർ ചെയ്യുന്നത് മധു സാർ ചെയ്യുന്ന ക്യാരക്ടറാണ്, ജോസ് പ്രകാശ് സാർ ചെയ്ത ക്യാരക്ടർ ഹരീഷ് ചെയ്യണം എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ MT സാറിൻ്റെ ഡയലോഗും കഥകളും ഒക്കെ കേട്ട് സ്വപ്നം കണ്ട് നടന്നിരുന്ന നമ്മളെ സംബന്ധിച്ച് വലിയൊരു അവസരവും ഭാഗ്യവുമായിരുന്നു അത്. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഹാങ് ഓവർ തീരുന്നതിന് മുൻപെയാണ് ഇയാളുടെ കൂടെ എത്തേണ്ട സമയമായല്ലോ എന്ന് ഈമയവും ജല്ലിക്കെട്ടൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ തോന്നിയിരുന്നു മനസ്സിൽ. അപ്പോഴാണ് അദ്ദേഹം ലിജു വിളിക്കുന്നത്. അത് അതിലേറെ വലിയൊരു ഭാഗ്യം. അതാണ് ഞാൻ ഇതിൻ്റെ ഇരട്ടി മധുരം എന്ന് വിശേഷിപ്പിച്ചത്. വീണ്ടും ലാലേട്ടനോടൊപ്പം ആരും കൊതിക്കുന്ന, ഏതൊരു ആക്ടറും കൊതിക്കുന്ന ഒരു കഥാപാത്രം തന്നെ തന്ന് വീണ്ടും അദ്ദേഹത്തോടൊപ്പം കുറേ മാസങ്ങളോളം, സാധാരണ നമ്മളൊരു സിനിമയിൽ 3-4 ദിവസം കഴിഞ്ഞ് വരുന്നു, പോകുന്നു, വീണ്ടും ജോയിൻ ചെയ്യുന്നു, അങ്ങനെയല്ലാതെ ഒരു കൊല്ലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു 5-6 മാസത്തോളം പ്രതിഭയോടും പ്രതിഭാസത്തോടും ഒപ്പം തന്നെ ഇങ്ങനെ ഇഴുകി ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമായ കാര്യം. ബാക്കി നമുക്ക് പിന്നെയും സംസാരിക്കാം. ലാലേട്ടൻ്റെ കൂടെയുള്ള അനുഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, 5-6 സിനിമകളായിട്ടുള്ളതാണ്. എല്ലാ ഭാഗങ്ങളിലും ഞാൻ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാൾ. കാരണം നമുക്ക് പഠിക്കാൻ ഒരുപാട് ധാരാളമുള്ള നമ്മൾ വളരെ ചെറുപ്പം മുതലേ കാണുന്ന ഒരു പാഠപുസ്തകം എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ സമീപിക്കാറ്. അപ്പോൾ അതിൽ ഏറ്റവും അധികം എന്നെ ആകർഷിച്ച ഒരു ഘടകം വിഷ്ണു ചോദിച്ചുകൊണ്ട് പറയുകയാണ്, പഠിക്കുക, മറക്കുക, ചെയ്യുക എന്നൊരു രീതിയാണ് ലാലേട്ടൻ ഫോളോ ചെയ്യുന്നത്. എനിക്ക് തോന്നാൻ അധികം ആളുകളും ആക്ടേഴ്സ് പൊതുവെ പഠിക്കുക, ഓർമ്മിക്കുക, അങ്ങനെയാണ് പോവാറുള്ളത്. അപ്പോൾ അവർ അവിടെ അതിൽ തന്നെ നിൽക്കുക, സ്ക്രിപ്റ്റിനുള്ളിൽ നിൽക്കുന്നത് പോലെ. മറിച്ച് പഠിക്കുക, മറക്കുക, ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ ലാലേട്ടൻ ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു ക്രിയേറ്റിവിറ്റി, സൃഷ്ടിപരത വല്ലാതെ അദ്ദേഹം ചെയ്യുമ്പം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയൊരു കാര്യം. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പഠിക്കാൻ ശ്രമിക്കുന്നു. അതിലൂടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെയുള്ളൊരു ശ്രമം